നീലി, കാമമൂർത്തി, ഉഗ്രമൂർത്തി, ഉഗ്രമൂർത്തി. ഓം. അമ്മേ, എന്നെ പരീക്ഷിക്കരുത്. ആള് നമ്മൾ വിചാരിച്ചതുപോലെയല്ല. കടുത്ത പ്രയോഗം തന്നെ വേണ്ടിവരും. എങ്ങനെയായിരുന്നു തിരിച്ചു കിട്ടിയാൽ മതി. ഒഴിഞ്ഞു പോകാനാ പറഞ്ഞത്. എന്നെ ഒഴിപ്പിക്കാനോ? നീയോ? അതിന് മാത്രം നീ വളർന്നിട്ടില്ല. ഒഴിഞ്ഞു പോകാനാ പറഞ്ഞത്. നിന്നെ ഒഴിപ്പിക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അമ്മേ, ഒഴിഞ്ഞു പോ. ആവാഹയാമി, ആവാഹയാമി, ആവാഹയാമി. ഓം ഓം ഈ കുടം കുടുംബിക്കുന്നത്തുള്ള പാലമരച്ചൊട്ടിൽ പോയി അടക്കം ചെയ്യണം. യാത്രക്കിടയിൽ പല ശബ്ദങ്ങളും കേൾക്കും. യാതൊരു കാരണവശാലും ഇവിടെ തിരിച്ചെത്തുന്നവരെ പരസ്പരം സംസാരിക്കുകയോ തിരിഞ്ഞു നോക്കുകയോ ചെയ്യരുത്. ദേവി മഹാമായി, ഇനിയൊന്നും പേടിക്കണ്ട. കുറച്ചു നേരത്തെ ഒരു മയക്കം കാണും, പിന്നെ എല്ലാം ശരിയാവും. ഓ, വല്ലാത്തൊരു സിനിമ. മനുഷ്യനെ പേടിപ്പിക്കാൻ. പേടിച്ചില്ലേ? പേടിക്കും. അതാണ് സിനിമ. അതാണ് ആ സംവിധായകൻ്റെ കഴിവ്. കഴിവൊക്കെ ശരി, പക്ഷേ ഇങ്ങനെയുള്ള സിനിമയ്ക്ക് ഇനി എന്നെ വിളിക്കരുത്. നല്ല പേടിച്ചില്ല ഈ. അല്ല മണിയെ, അവിടെ ഒരു അനക്കം കാണുന്നുണ്ടല്ലോ. എന്താണ് നോക്കാം നമുക്ക്. നിങ്ങളായിരുന്നത്, ഞങ്ങളാകെ പേടിച്ചു പോയി. ഞാനൊരു വീട് കത്തിക്കാൻ വന്നതാ. അല്ല, നിങ്ങളെവിടുന്നായി നട്ടപ്പാതിരിക്ക് വരുന്നത്? ഞങ്ങൾ മോങ്ങത്ത സിനിമയ്ക്കായിട്ട് തന്നെ. ലിസ. ആ, അത് ശരി. എനിക്കൊന്ന് കാണണം. ആ, ഈ പോവല്ലേ? അനക്ക് പേടിയുണ്ടോ? ഞാൻ ആക്കി തരണോ? ഏയ് വേണ്ട. എന്ത് പേടി? ഇവിടെ എന്താ പേടിക്കാനുള്ളത്? അന്നോടല്ലേ തിരിഞ്ഞോക്കലെന്ന് പറഞ്ഞേ? മാറിക്കവിടെ. അമ്മേ, ഓടിക്കടാ. മണി, മണി, മണി. ആരാ? മണി. നിനക്കെന്താ തലയ്ക്ക് ഓളല്ലേ? നട്ടപ്പാതിരക്ക് ഏതെങ്കിലും പെൺകുട്ടികൾ ചൂടനായിട്ട് ഓടി വരുമോ മണ്ടൻ? അല്ലെ ഒരു കാര്യം ചെയ്യ്, നീ ആ ഫോണൊന്ന് എടുക്ക്, എന്നിട്ട് അവളെ ഒന്ന് വിളിക്ക്, എന്നിട്ട് എനിക്കൊന്ന് കൊണ്ട, ഞാനൊന്ന് സംസാരിച്ചോട്ടെ.
ഒരു ബീഡി തരുമോ? ഇയാളെ കൊണ്ട് കുടുങ്ങി. ഹലോ ഹലോ സുമേ, ഹലോ. ഇത് ഞാനാ മനോജ്. പിന്നെ ഇന്ന് രാത്രി 10 മണിക്ക് കുടിമ്പിക്കുന്നത്ത് വരണം കേട്ടോ. അജി നിന്നവിടെ കാത്തിരിക്കും. നിനക്കെന്താ വട്ടുണ്ടോ? ഇവിടെ പകൽ സമയത്ത് തന്നെ പേടിയാ പുറത്തിറങ്ങാൻ, പിന്നെയാ രാത്രി 10 മണിക്ക്. എൻ്റെ അച്ഛൻ്റെ സ്വഭാവം അറിയാലോ. നീ ഒന്ന് ഫോൺ വെച്ചേ. സുമേ ആയിക്കോട്ടെ, ശരി കേട്ടോ, എന്നാ പറഞ്ഞ പോലെ. ആ ഓക്കെ. അജി ഒക്കെ പറഞ്ഞ് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. കൃത്യം 10 മണിക്ക് അവൾ വരും. ഒരു പെൺകുട്ടീൻ്റെ ഭാവി കേട്ടോ, ഈ കറക്റ്റ് ടൈമിന് നടത്തണം കേട്ടോ. പിന്നെ എനിക്ക് ചെറിയൊരു അർജൻറ് ഉണ്ട്, ഞാൻ പോയിട്ടേ നമുക്ക് പിന്നെ കാണാം. എന്നാ ശരി കേട്ടോ. You are calling is either switched off or not reachable at the moment. Please try later. നിങ്ങൾ വിളിക്കുന്ന നമ്പർ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയോ അല്ലെങ്കിൽ പരിധിക്ക് പുറത്തോ ആണ്. ദയവായി പിന്നീട് ഇവളെന്ത് പണിയായി കാണിച്ചേ? എന്ത് കഷ്ടാത്. ഒരു ബീഡി തരുമോ? ബീഡി മനുഷ്യനെ പേടിപ്പിക്കാൻ. സുമേ, നീ എന്ത് പണിയെ കാണിച്ചത്? നിന്നോട് ഞാൻ അവിടെ നിൽക്കാനല്ലേ പറഞ്ഞത്? ഞാൻ ആ മണിയെ കണ്ടാകെ പേടിച്ചു. ഏത് ആ പ്രാന്തനോ? എന്നാ ശരി, അപ്പൊ ഒക്കെ പറഞ്ഞ പോലെ. എന്നാ നീ പൊക്കോ. അല്ല, അച്ഛൻ പോയിക്കോ, എനിക്കിതിലൊരു ഷോട്ടുണ്ട്. ഓ, ഈ വന്നോ? എവിടെയായിരുന്നു ഇതുവരെ? നിങ്ങൾ ചോറെടുത്ത് വെച്ചാണേ. ചോറ് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ആ കുടുംബി ഭാഗത്തു കൂടി ഒന്നും പോകരുത് എന്നുള്ളത്? അച്ഛൻ അറിയണ്ട. നീ അച്ഛനും കൂടി അറിയിക്കണ്ട. അമ്മയ്ക്ക് വട്ട. നിനക്ക് വട്ടാകാതിരിക്കാൻ വേണ്ടിയാ ഞാനീ പറയണത്. ആ ലിസമണിയേ, ലിസമണി പേടിച്ച് ബീഡി ചോദിച്ച്, അതല്ലേ നിങ്ങൾക്ക് പറയാം. എന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കഴിച്ചിട്ടേ ആ പാത്രം കഴുകി വെക്കണം കേട്ടോ. ഞാൻ പോയി കിടക്കുക. അവിടെ ആ കുടുംബകുന്നത്ത് എന്താ പ്രശ്നം? അതാ ലിസമണില്ലേ നമ്മളെ, അയാളോട് മരിച്ചെടുക്കണ്ട് തന്നെ. എന്നാ ഞാൻ നടന്നോട്ടോ. അല്ല, ഇയാൾ മുമ്പ് എന്തോ അവിടെ നിന്ന് കണ്ട് പേടിച്ചതല്ലേ? അയാൾ പണ്ട് ലിസ സിനിമ വരുമ്പോൾ കുടുംബത്തിൽ എന്തോ കണ്ട് പേടിച്ചതാ. അവിടെ തന്നെ അയാൾ മരിച്ചത്.
മനോജേ നീ ഇവിടെ വന്ന് നിൽക്കുക. ഞാൻ നിന്റെ വീട്ടിലൊക്കെ പോയി. എടാ പിന്നെ ഇന്നലെ അവള് വന്നു കേട്ടോ. ആര്? ആരുന്നോ? സുമ. ഇന്നലെ രാത്രി അവള് വരാന്ന് പറഞ്ഞല്ലേ? അവള് വന്നോ? ആ വന്നു. എന്തേ? മനോജ്, അജി എന്നോട് ദേഷ്യത്തിലാണെന്നാ തോന്നുന്നേ. അവൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല. അപ്പൊ നിങ്ങൾ ഇന്നലെ രാത്രി കണ്ടില്ലേ? ഇല്ല. അതെ, ഞാൻ പോണെന്ന് വിചാരിച്ചിരുന്നു. എന്താ മോളെ ഉറങ്ങാറായില്ലേ? അച്ഛാ, പുറത്ത് ആ ഡ്രസ്സ് കിടപ്പുണ്ട്. മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ എടുത്തു വെക്കാനായിട്ട്. അതൊക്കെ അമ്മ എടുത്ത് വെച്ചിട്ടുണ്ട്. നീ പോയി കിടന്നുറങ്ങാൻ നോക്ക്. ആ ഹരി മോളോട് പറഞ്ഞതാ. അപ്പൊ നമ്മളെവിടെ പറഞ്ഞ്? ഒരു പീടി തരുമോ?